എന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, തോമസ് ഐസക് പറഞ്ഞതുപോലെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ കാർമേഘങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ടോ താങ്കൾ? ഞാൻ ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ആദിവാസികളെ പറ്റി അദ്ദേഹം വളരെ കൂടുതൽ പറഞ്ഞു. പിന്നെ എന്തിനാ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ട് നിൽക്കുന്നത്? ഗാഡ്ഗിൽ റിപ്പോർട്ട് ആദിവാസികളുടെ ഭൂമി ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരായി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ കൊലപാതകം. അദ്ദേഹം എന്നോട് ചോദിച്ചു 3 മാസങ്ങൾക്ക് മുമ്പ് 6 പേർ കൊല ചെയ്യപ്പെട്ടില്ലേന്ന്. ഞാൻ ആ കണക്ക് കണ്ടിട്ടില്ല. പക്ഷെ കുറേ കാലങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. എന്തേ ഈ കേരളത്തിലും ബംഗാളിലും മാത്രം ഈ കലാപം നടക്കുന്നു? തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ, തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നിലേക്ക് വരണം. ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അപലപിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വളരെ ശക്തമായിട്ട് അതിനെതിരായി രംഗത്ത് വരാൻ ഒരു മനസ്സ് തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നമുക്ക് ആശയപരമായിട്ടുള്ള ചർച്ചയുണ്ടല്ലോ, ആശയപരമായ ചർച്ച നമുക്ക് ചെയ്യാം. ആശയപരമായ ചർച്ചയിൽ BJP പിന്നിലാണെങ്കിൽ ഞങ്ങൾ പിന്നിലാണെന്ന് പറയും. പക്ഷേ ആശയപരമായ ചർച്ചയല്ലല്ലോ നടക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ മാർക്സിസവും കമ്മ്യൂണിസവും ഇസങ്ങളുടെ ബേസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ, തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഈ കേരളത്തിൽ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുമ്പോൾ ഈ സംഘർഷം നേതാക്കന്മാർ അറിഞ്ഞിട്ട് വരുന്ന സംഘർഷത്തെ നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട്. പക്ഷേ ഇവിടെ സംഘർഷം കൊണ്ടുവന്നതും സംഘർഷം ആദ്യമായി രൂപപ്പെടുത്തിയതും എല്ലാം CPM ആണ്. കോൺഗ്രസ് ഒരു ഭാഗത്ത് മരിക്കുന്നു, ഒരു ഭാഗത്ത് CPI മരിക്കുന്നു, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്നു. നമുക്കറിയാം മുസ്ലിം ലീഗുമായിട്ടുള്ള സംഘർഷം. അപ്പോൾ ആര് മരിച്ചാലും ആര് കൊല ചെയ്യപ്പെട്ടാലും, മരിക്കലല്ല, ആര് കൊല ചെയ്യപ്പെട്ടാലും ഒരു ഭാഗത്ത് CPM ആണ്. അതുകൊണ്ട് CPM ആത്മപരിശോധന നടത്തണം ഈ ഓണക്കാലത്തെങ്കിലും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. എങ്കിലും മതനിരപേക്ഷത എന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിന് ഇന്ന് ഉണ്ടായിട്ടുള്ള അപജയത്തിൻ്റെ യഥാർത്ഥ അവകാശികളാരാ? ചത്ത കുതിരയായ മുസ്ലിം ലീഗിന് ജീവൻ വെപ്പിച്ചു കൊടുത്തത് കോൺഗ്രസ് അല്ല. ഇവിടെ വന്ന് ഈ കേന്ദ്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആളുകൾ ഇവിടെ വന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടപ്പോൾ കൊടി അടിച്ചു മാറ്റിയതാ. ഓർമ്മയുണ്ടാവും. ഞാൻ ഈ ഓണസമയത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചത്ത കുതിരയായ ലീഗിന് ശക്തി കൊടുത്തതാരാ? മതത്തിൻ്റെ പേരിലല്ലേ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാത്തതിൻ്റെ പിന്നിലും മതമില്ല എന്ന് തോമസ് ഐസക്കിന് പറയാൻ സാധിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഭൂപരിഷ്കരണം കൊണ്ടുവന്നില്ലേ? നമ്മളെല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഭൂപരിഷ്കരണത്തിൽ എന്തേ തോട്ടം തൊഴിലാളികളെ തൊടാതിരുന്നത്? തോട്ടത്തിൻ്റെ ഭൂമി സാധാരണക്കാരൻ്റെ ഭൂമിയല്ലേ? ഭൂപരിഷ്കരണം കൊണ്ടുവന്നു, പക്ഷെ തോട്ടത്തിൻ്റെ ഭൂമി തൊട്ടില്ല. തോട്ടങ്ങൾ, വലിയ വലിയ തോട്ടങ്ങൾ തൊട്ടില്ല. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ വാചാലമായി സംസാരിക്കുകയും അതേസമയത്ത് ഭരണത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുക. അവിടെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ശ്രീ പന്തളം സുധാകരൻ, കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം അത് തിരിച്ചു കൊണ്ടുവരാൻ, കേരളത്തിൽ സമാധാന അന്തരീക്ഷം പുലരാൻ, കേരളത്തിൽ നല്ല നാളുകൾ ഉണ്ടാകാൻ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? മതനിരപേക്ഷ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിവിടെ വളരെ നന്നായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ ചർച്ച കാണുന്നവർ മുഴുവൻ മലയാളികളെ സംബന്ധിച്ചുള്ള പറയാറുണ്ടല്ലോ, കാണം വിറ്റും ഓണം ഉണ്ണുന്നവരാണ് മലയാളികൾ. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇന്നെങ്കിലും നമ്മുടെ ഈ രാഷ്ട്രീയം ചാനലുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതല്ലേ എന്ന്. എന്തായാലും ഒരു കാര്യം വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണനായാലും ശ്രീ തോമസ് ഐസക്കായാലും പറഞ്ഞല്ലോ, കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ കൊല ചെയ്യപ്പെടുന്നവൻ, അല്ലെങ്കിൽ ഒന്നുകിൽ പ്രതി, അല്ലെങ്കിൽ വാദിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു അറ്റത്ത് CPM ഉണ്ട്, അല്ലെങ്കിൽ BJP ഉണ്ട് എന്ന് പറഞ്ഞു വെച്ച് നന്നായി. സത്യത്തിൽ അത് ഒരു സ്വയം വിമർശനമായി കണ്ടുകൊണ്ട് തീർച്ചയായും ഇനിയെങ്കിലും, കാരണം TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം, ദാരുണമായ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന് ഭംഗം വരുത്താതിരിക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കേരളത്തിൽ ഇപ്പോൾ കുറേ കാലമായി ഓണം ആഘോഷിക്കുന്നത് മറ്റാരുമല്ല, ചാനലുകളാണ്. സത്യത്തിൽ ചാനലുകൾ കഴിഞ്ഞ ഒരു 10 ദിവസം തുടർച്ചയായി നമ്മുടെ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റികളിലും ഒക്കെ നടത്തുന്ന അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ ചാറ്റിങ്ങും ഒക്കെയാണ് നമ്മുടെ അതുപോലെ സിനിമാ താരങ്ങളാണ് യഥാർത്ഥത്തിൽ ചാനലുകളിലൂടെ ഓണം സമ്പന്നമാക്കുന്നത്. പക്ഷെ ഇതൊക്കെ അതല്ലാതെ പാവപ്പെട്ട ആദിവാസികളെ പോലെയുള്ള സാധാരണ ഗ്രാമീണർ
അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റ് ഒരു 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 വളരെ വർഷങ്ങളായി പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം അവർ ഇന്ന് നിലനിർത്തുന്നുണ്ട്. അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതിൽ നമുക്ക് ഓരോ മലയാളികൾക്കും അഭിമാനം കൊള്ളാം. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷം മോഹൻലാൽ ചോദിക്കുന്നില്ല വൈകിട്ട് എന്താ പരിപാടി, എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആ പരസ്യം നിരോധിക്കണമെന്നുള്ളതാണ്. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ചിന്തയാണ് മലയാളികൾക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ വെള്ളവടിയാണ്. ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങൾ കാണാമല്ലോ, 12-ാം തീയതി വരെ ബാറുകൾ പ്രവർത്തിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു കണക്ക് മാധ്യമങ്ങളിൽ വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യൂ നിന്ന് മദ്യം വാങ്ങി വെച്ച ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളവടി നടന്ന പ്രദേശം ഏതെന്നൊക്കെ കണക്കൊക്കെ വരും. ഇങ്ങനെയുള്ള കണക്കുകൾ ലോകത്ത് ഇത്രയും മദ്യം വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു സംസ്ഥാനം ലോകത്ത് കേരളം മാത്രമേ ഉള്ളൂ. നമ്മൾ ആലോചിക്കണം. സുധാകരൻ സമയമായതുകൊണ്ടാണ് ശ്രീമതി സി കെ ജാനു, എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുപോലെ ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു ഓണക്കാലം, നല്ല നാളുകൾ അടുത്തു വരുന്നതായി കാണുന്നുണ്ടോ? എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നല്ല കാലം അടുത്തു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ശരിക്കും ആദിവാസികളായിട്ടുള്ള നമ്മൾക്കില്ല. എന്തായാലും ആദിവാസികൾ ഇന്ന് നല്ലൊരു തിരുവോണ ദിവസം എല്ലാവരും വിഭവസമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ, കുടുംബങ്ങളെല്ലാവരും ഒത്തുചേരാൻ, ബന്ധുക്കളെല്ലാവരും ഒത്തുചേരാൻ, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും ഇന്ന് അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തി വാക്കുപാലിച്ച് അവരിൽ എത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിഷേധാർഹമായി നിരാകാര സമരം അനുഷ്ഠിക്കുകയും നാളുകൾ തൊട്ട് സമരം ശക്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിവാസികൾ ഈ എക്കാലവും ഈ പട്ടിണി കിടക്കുന്ന ഒരു ജനവിഭാഗങ്ങളാണ് ശരിക്കും. ഇന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇന്ന് ഓണത്തിൻ്റെ ദിവസം ആദിവാസി കുടിലുകൾ പട്ടിണി ഉണ്ടാവും. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറേ ആളുകൾ പട്ടിണി കിടന്നപ്പോൾ മാത്രം അതൊരു വാർത്തയായി വന്നു. കുടിലുകൾ വ്യാപകമായ രീതിയിലുള്ള പട്ടിണികൾ ഉണ്ടായിട്ടും അതൊന്നും വാർത്തയല്ലാത്ത ഒരവസ്ഥയുണ്ട്. ഈ പട്ടിണി കിടന്ന് മരിക്കുന്നു, സ്വന്തമായിട്ട് കടപ്പാടമില്ല, പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ നിവൃത്തിയില്ല, മരിച്ചാൽ അടക്കം ചെയ്യാൻ മണ്ണില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന, വളരെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ജാതിപരമായിട്ടും അല്ലാതെയൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗങ്ങളാണ് ശരിക്കും ആദിവാസികൾ. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സമരം ആദിവാസികളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ഇടപെട്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ശ്രീമതി സി കെ ജാനു, ആഘോഷങ്ങൾക്ക് അർത്ഥം ഉണ്ടാകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ ഒരു നല്ല കാലം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ ടി എം തോമസ് ഐസക്, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീമതി സി കെ ജാനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.